ആമെ ക്രൂശും ഏറ്റിക്കൊണ്ട് ആമെ പലരുടെയും ചാട്ടയടികളായി ഏറ്റുകൊണ്ട് യേശു ക്രിസ്തു ആമെ ക്രൂശും ചുമന്ന് നടക്കുകയാണ്. ആമെ പോകുന്ന വഴിയോരങ്ങളിൽ രക്തം ധാരധാരയെ ഒഴുകുന്നുണ്ട്. ഇത് കണ്ടിട്ട് പലരും അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് മുമ്പിൽ നിൽക്കുകയാണ്. പല സ്ത്രീകളും കരയുകയാണ്. അവരെ നോക്കിക്കൊണ്ട് അയ്യോ എനിക്ക് വേണ്ടി കരയാനും കുറെ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാധാരണ നേതാക്കന്മാർ കാണിക്കുന്നത് പോലെ ഒരു ഹായും പറഞ്ഞുകൊണ്ടല്ല യേശു പോയത്. അവിടെ നിന്നുകൊണ്ട് അവിടെ യേശു പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലയോ നിങ്ങൾ എന്നെ ചൊല്ലി കരയരുതോ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലി, നിങ്ങളുടെ കുടുംബത്തെ ചൊല്ലി, നിങ്ങളെ ഓർത്ത് കരയുവനെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഒന്നറിയാവോ? നമ്മൾ വേണം നമ്മുടെ ജീവിതത്തെ ആമേന ഒന്ന് ശോധന ചെയ്യാൻ. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പലർക്കും മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടപെടാനാണ് വളരെയധികം ആഗ്രഹം. സ്വന്തം കാര്യങ്ങൾ ഇടപെടുവാൻ ആരും തയ്യാറാകുന്നില്ല. അല്പസമയം വീട്ടിനകത്ത് ആമൻ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് വീട്ടിനകത്ത് കടബാധ്യത കൂടുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിനകത്ത് സങ്കടം വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് വീട്ടിനകത്ത് നിന്നും തലവേദന മാറുന്നില്ല. എന്നും തലവേദനയാ. പരിശുദ്ധയാത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിനകത്ത് കാൽവരി മരക്കുരിശിൽ കർത്താവായ ദൈവം നമുക്ക് ദാനമായി നൽകപ്പെട്ടിരിക്കുന്ന ആ ദിവ്യ സ്വാതന്ത്ര്യം അത് ഒരിക്കലും നമ്മൾ അടിമയാക്കി കൊണ്ടുപോകരുത്. ആരെയും അടിമയും ആക്കരുത്. നാം അടിമയായി ഇരുന്നു കൊടുക്കുവാനും തയ്യാറാവരുത് പ്രിയരെ. ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം നമ്മളെ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ ആ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കുവാൻ തയ്യാറാകണം. പലരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്നെ ദൈവം എവിടെയാണ് ഉയർത്തിയത്? ഞാൻ എവിടെയാണ് അനുഗ്രഹിക്കപ്പെട്ടത്? നീ നിൽക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. നിനക്ക് നിന്റെ മൂക്കിൽ നിന്ന് വരുന്ന ശ്വാസം അതൊരു അനുഗ്രഹമാണ്. അത് ദൈവം തന്നതാണ്. ദൈവം തരാതെ ഒരിക്കലും നിനക്ക് അത് വെറുതെ കിട്ടത്തില്ല. അത് ദൈവം ചെയ്തിരിക്കുന്ന, നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വലിയ ഒരു അനുഗ്രഹമാണ് എന്നൊരു കാര്യം നമ്മൾ മറന്നു പോകരുത്.